നമസ്കാരം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് നിളാനദിയുടെ ഗണിത കേന്ദ്രം എന്ന് പറയുന്ന പള്ളിയറ ശ്രീധരൻ്റെ ലേഖനമാണ്. അതായത് ഗണിതശാസ്ത്രത്തിലെ ഒരു പക്ഷേ ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച കണ്ടുപിടുത്തമാണ് 0 എന്ന സംഖ്യ. ഈ അത്ഭുത പ്രതിഭാസം കണ്ടുപിടിച്ചത് ഇന്ത്യക്കാരാണെങ്കിലും ഇന്ത്യക്കാരുടെ കണ്ടുപിടുത്തം വെറും 0 ആണെന്നാണ് ബഹുഭൂരിപക്ഷം പേരുടെയും ധാരണയും വിശ്വാസവും. അപ്പോൾ ഇതിനെല്ലാം ചോദ്യം ചെയ്തു കൊണ്ടുവരുന്ന, അതായത് മുൻകാലങ്ങളിൽ ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ ഉണ്ടായ ഗണിതശാസ്ത്രജ്ഞരെക്കുറിച്ചും അവരുടെ കൃതികളെക്കുറിച്ചൊക്കെ നമുക്ക് പരിചയപ്പെടുത്തുന്ന ഒരു ലേഖനമാണ് നിളാനദിയുടെ ഗണിത കേന്ദ്രം എന്ന് പറയുന്നത്. ഇന്ന് നമുക്ക് കമ്പ്യൂട്ടറില്ലാതെ ഒന്നും നടക്കാത്തൊരു കാലമാണ്. അപ്പോൾ ആധുനിക ഈ ഒരു യുഗത്തിൽ 0-ന് കമ്പ്യൂട്ടറുള്ള സ്വാധീനവും അതുപോലെ 0-ൻ്റെ കണ്ടുപിടുത്തത്തോടെ ഗണിതവും ഗണിതശാസ്ത്രവും ഒക്കെ എത്ര പുരോഗതി കൈവരിച്ചു എന്നുമൊക്കെയാണ് ആലോചിച്ച് കഴിഞ്ഞാൽ ഈ 0-ൻ്റെ പ്രസക്തിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ലേഖനം തുടങ്ങുന്നത്. അതായത് കമ്പ്യൂട്ടറിൻ്റെ ജീവാത്മാവും പരമാത്മാവുമായി പ്രവർത്തിക്കുന്ന 2 അക്കങ്ങളാണ്. ഒന്ന് 0 അതുപോലെ മറ്റൊന്ന് 1. അപ്പോൾ ഇത് ഭാരതീയരുടെ കണ്ടുപിടുത്തമാണ്. പക്ഷേ ഭാരതീയരുടെ ഈ കണ്ടുപിടുത്തത്തിൽ ഭാരതീയർക്ക് തന്നെ അഭിമാനമില്ല എന്നൊക്കെയാണ് പൊതുവേ ഈ ഒരു ലേഖനത്തിൽ അദ്ദേഹം പറയുന്നത്. ശരിയാണ്, നമ്മൾ അത്രത്തോളം ഭയങ്കരമായിട്ട് നമ്മുടെ ഈ ഒരു നേട്ടങ്ങളെ കാണിക്കാറില്ല എവിടെയും എന്നുള്ളത്. നമ്മൾ പലപ്പോഴും വിദേശീയരായ ഗണിതശാസ്ത്രജ്ഞന്മാരുടെയൊക്കെ പുറകെയാണ് പോകാറുള്ളത്. അതുപോലെ തന്നെ ഈ 0-ൻ്റെ കണ്ടുപിടുത്തം പോലെ പിന്നെ എടുത്തു പറയുന്ന മറ്റൊരു സാധനമാണ്. ഇപ്പോൾ നമ്മളെപ്പോഴും കേൾക്കുന്നതാണ് നാനോ സെക്കൻഡ്, അല്ലേ? സമയത്തിൻ്റെ ഏറ്റവും ചെറിയ ഏകകം എന്നുള്ള രീതിയിൽ. അപ്പോൾ കുറേ മുൻപ് തന്നെ, നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ സമയത്തിന് തുല്യമായ ഈ ഒരു നാനോ സെക്കൻഡ് എന്ന് പറയുന്ന പകരം ഇലവം എന്ന് പറയുന്ന ഒരു ഏകകം ഭാരതീയർ ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഇലവം എന്ന് വെച്ചാൽ 3 ഇളയ താമര ഇലകൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് ഭയങ്കര വേഗമുള്ള ഒരാൾ അതിലൊരു സൂചി കൊണ്ടൊരു ഇങ്ങനെ ആഞ്ഞു കുത്തുമ്പം ഒരു ഇലയിൽ നിന്ന് മറ്റൊരു ഇലയിലേക്ക് ഈ സൂചി കയറാനെടുക്കുന്ന സമയത്തെയാണ് അത്ര ഇലവം എന്ന് പറയുന്നത്. അതായത് നാനോ സെക്കൻഡിൻ്റെ മുൻപ് തന്നെ, നാനോ സെക്കൻഡ് നമ്മളിപ്പം പറഞ്ഞ് പരിചയപ്പെടുന്നതിന് എത്രയോ മുൻപ് തന്നെ ഈ ഒരു ഏകകം സമയത്തിൻ്റെ ഏകകമായിട്ട് ഭാരതീയർ ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഈ ലേഖനത്തിൽ പറയുന്നത് ഭൂമിയുടെ ആകർഷണ സിദ്ധാന്തം. അതായത് 12-ാം നൂറ്റാണ്ടിലെ ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ഭാസ്കരാചാര്യരുടെ സിദ്ധാന്ത ശിരോമണി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നമ്മുടെ ഒരു ശ്ലോകത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിങ്ങനെയാണ്: ആകൃഷ്യ ശക്തിശ്ച മഹീതയാ സ്വാഭിമുഖം സ്വശക്തിയ. അതായത് ഭൂമി തൻ്റെ സ്വന്തം ശക്തി കൊണ്ട് വസ്തുക്കളെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു എന്നാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോഴും ഐസക് ന്യൂട്ടൺ അല്ലേ ആകർഷണ സിദ്ധാന്തം കണ്ടുപിടിച്ചതെന്ന് പറയുന്നത്. അപ്പോൾ അതിനൊക്കെ എത്രയോ മുൻപ് തന്നെ ഈ കാര്യം ഭാരതത്തിലെ പ്രശസ്തരായ ശാസ്ത്രജ്ഞന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഗണിതശാസ്ത്രത്തിൻ്റെ ഒരു പ്രധാന ശാഖയാണ് കാൽക്കുലസ് എന്ന് പറയുന്നത്. നമ്മൾ ഐസക് ന്യൂട്ടൺ ആണ് എന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷെ അതിനൊക്കെ എത്രയോ മുൻപ് തന്നെ, ഐസക് ന്യൂട്ടനൊക്കെ ജീവിച്ചിരുന്ന 2 നൂറ്റാണ്ട് മുൻപാണ് അത്ര സംഗമ ഗ്രാമമാധവൻ എന്ന് പറയുന്ന ഒരാൾ കേരളത്തിൽ ജീവിച്ചിരുന്നു എന്നും അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ കലനശാസ്ത്രം എന്ന പേരിൽ ഈ കാൽക്കുലസിൻ്റെ ആശയങ്ങൾ കണ്ടെത്തിയിരുന്നു എന്നുമാണ് പറയുന്നത്. അതായത് കാൽക്കുലസ് എന്ന കണ്ടുപിടുത്തം ആദ്യമായി നടത്തിയ കേരളീയരാണ് എന്നാണ് ഈ ലേഖനത്തിലൂടെ പള്ളിയറ ശ്രീധരൻ പറയുന്നത്. അതുപോലെ തന്നെ അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നെ അദ്ദേഹം പറയുന്നത് 1300-നും, അതായത് ക്രിസ്തുവർഷം 1300-നും 1600-നും ഇടയിലുള്ളൊരു കാലം കേരളത്തിലെ ഗണിതശാസ്ത്രത്തിൻ്റെ ഒരു സ്വർണ്ണകാലമായിരുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് ആൻഡ് ആസ്ട്രോണമി അഥവാ നിള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് ആൻഡ് ആസ്ട്രോണമി എന്നറിയപ്പെടുന്ന ഈ സുവർണ്ണകാലം ഭാരതപ്പുഴ എന്നറിയപ്പെടുന്ന നിളാനദിയുടെ സമീപ പ്രദേശങ്ങളിൽ വികസിച്ചതുകൊണ്ടാണ് നിള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്. അതായത് ഒരു സംഘടനയൊന്നുമല്ല കേട്ടോ, ഇത് ഒരു കൂട്ടം ഗണിതശാസ്ത്രജ്ഞന്മാരുടെ ഗണിത സഞ്ചയത്തിനുള്ള ഒരു പേരാണ് ഈ ഒരു നിള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന, അതായത് നിളാനദി തീരത്തുണ്ടായിരുന്ന ധാരാളം ഗണിതശാസ്ത്രജ്ഞന്മാരെക്കുറിച്ച് പറയുക. അതാണ് നിങ്ങൾക്ക് ഈ സ്ലൈഡിൽ കാണുന്നത്. ഞാൻ വളരെ ബ്രീഫായിട്ട് പറഞ്ഞു പോവാം. അതിലൊരാളാണ് സംഗമ ഗ്രാമമാധവൻ എന്ന് പറയുന്നത്. 1340-നും 1420-നും ഇടയിലാണ് ഇദ്ദേഹം ജീവിച്ചിരുന്നത് എന്ന് വിചാരിക്കുന്നു. നിങ്ങളിതിൽ ഇത്രയും പഠിച്ചാൽ മതി. അതായത് ഓരോരുത്തരുടെ പേര്, അവരുടെ കാലഘട്ടം, അവർ ജനിച്ച സ്ഥലം, അത്ര വലിയ പ്രസക്തിയൊന്നുമില്ല, എന്നാലും മാറിപ്പോകില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് നോക്കുക. പിന്നെ അവരുടെ ഗ്രന്ഥങ്ങൾ കേട്ടോ ഏതൊക്കെയാണ് എന്നുള്ളത്. ഇദ്ദേഹം ഈ ഇരിങ്ങാലക്കുടയാണ് എന്നാണ് പറയുന്നത്. ഈ ഒരു എന്താ പറയുക
മാധവൻ ജനിച്ച സ്ഥലം എന്ന് പറയുന്നത് സംഗമഗ്രാമം എന്ന് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് അദ്ദേഹം തൃശ്ശൂർ ജില്ലാ ഭാഗത്ത് എവിടെയായിരുന്നു എന്ന് വിചാരിക്കുന്നു. വളരെ വ്യക്തമായ തെളിവുകളൊന്നും ഇല്ല. പിന്നെ ഇദ്ദേഹത്തിൻ്റെ കാലത്ത് 2 പ്രശസ്തരായ മാധവന്മാർ ജീവിച്ചിരുന്നത് കൊണ്ട് ഇദ്ദേഹം സംഗമഗ്രാമ മാധവൻ എന്ന് അറിയപ്പെടുന്നു. വേണുആരോഹം തുടങ്ങിയൊരു ഗ്രന്ഥം അദ്ദേഹത്തിൻ്റേതാണ്. കൂടാതെ അഗണിതം, ലഗ്നപ്രകരണം, മധ്യമാനാംഗ പ്രകരണം, മഹാജ്ഞാനയാഗ പ്രകരണം തുടങ്ങിയ കൃതികളും ഇദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട്. അടുത്തയാൾ പരമേശ്വരൻ നമ്പൂതിരിയാണ്. 1380 മുതൽ 1460 വരെയാണ് കാലഘട്ടം. ഇദ്ദേഹം മാധവൻ്റെ ശിഷ്യനായിരുന്നു എന്നാണ് പറയുന്നത്. മലപ്പുറം ജില്ലയിലെ പൊന്നാനിയാണ് ഇദ്ദേഹത്തിൻ്റെ ജനനം എന്ന് പറയുന്നു. ഇദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ഒരു പ്രശസ്തമായ കൃതിയാണ് ദൃഗ്ഗണിതം എന്ന് പറയുന്നത്. ഇതുകൂടാതെ ഗോളദീപിക, ഭടദീപിക, കർമ്മദീപിക, സിദ്ധാന്തദീപിക ഇതൊക്കെ നമ്മുടെ പരമേശ്വരൻ നമ്പൂതിരിയുടെ ഗ്രന്ഥങ്ങളാണ് എന്നാണ് പറയുന്നത്. ഇദ്ദേഹം രചിച്ച ഗ്രന്ഥങ്ങളാണ് എന്നാണ് പറയുന്നത്. അതായത് കേരളീയ ഗണിതശാസ്ത്രജ്ഞന്മാരുടെ കണ്ടുപിടുത്തങ്ങൾ നൂറ്റാണ്ടുകൾക്ക് ശേഷം ജീവിച്ചിരുന്ന പാശ്ചാത്യരുടെ കണ്ടുപിടുത്തങ്ങളായി അറിയപ്പെടുന്നു എന്നാണ് പറയുന്നത്. കാരണം ഇദ്ദേഹത്തിൻ്റെ മുത്തശ്ശനൊക്കെ പ്രസിദ്ധനായൊരു ജ്യോതിഷ പണ്ഡിതനായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ മകൻ്റെ പേരാണ് ദാമോദരൻ നമ്പൂതിരി. ഇദ്ദേഹം പ്രശസ്തനായൊരു ഗണിതശാസ്ത്രജ്ഞനായിരുന്നു എന്ന് പറയുന്നു. 3-ാമത്തെ ആളാണ് നീലകണ്ഠ സോമയാജി. അദ്ദേഹം മലപ്പുറം ജില്ലയിൽ തിരൂരിനടുത്താണ് ജനിച്ചത് എന്നാണ് പറയുന്നത്. ഈ ദൃഗ്ഗണിതം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവായ പരമേശ്വരൻ, അതേപോലെ അദ്ദേഹത്തിൻ്റെ മകനായ അതായത് ഇപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞത് പരമേശ്വരൻ നമ്പൂതിരി പുത്രൻ ദാമോദരൻ. ഈ ദാമോദരൻ എന്നിവരിൽ നിന്നാണത്രേ സോമയാജി എന്താ പറയുക വിദ്യാഭ്യാസം നേടിയത്. അന്നത്തെ ഗുരുകുല വിദ്യാഭ്യാസ രീതിയിൽ ഇവരുടെ വീട്ടിൽ വെച്ചായിരുന്നു ഇദ്ദേഹത്തിൻ്റെ സോമയാജിയുടെ പഠനം എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം അതുപോലെ വിജ്ഞാന സമ്പാദനാർത്ഥം കേരളത്തിൽ മുഴുവൻ യാത്ര ചെയ്യുകയും അതുപോലെ വിജ്ഞാന ഗ്രന്ഥങ്ങളുടെ ലഭ്യമായ കയ്യെഴുത്ത് പ്രതികളൊക്കെ ശേഖരിക്കുകയും ചെയ്തിരുന്നു എന്ന് പറയുന്നു. കേരളത്തിന് പുറത്തുള്ള പണ്ഡിതന്മാരുമായും അദ്ദേഹം ബന്ധപ്പെട്ടിരുന്നു. അക്കാലത്ത് തമിഴ്നാട്ടിൽ ജീവിച്ചിരുന്ന ഒരു ജ്യോതിശാസ്ത്ര പണ്ഡിതനായ സുന്ദരരാജൻ ഉന്നയിച്ച ജ്യോതിശാസ്ത്ര പ്രശ്നങ്ങൾക്കുള്ള മറുപടിയായി അദ്ദേഹം സുന്ദരരാജ പ്രശ്നോത്തരം എന്നൊരു കൃതി രചിച്ചിട്ടുണ്ട്. അപ്പോൾ സുന്ദരരാജ പ്രശ്നോത്തരം, നീലകണ്ഠ സോമയാജി, മറക്കരുത് കേട്ടോ. അതുപോലെ അദ്ദേഹത്തിന് വേറെ പ്രധാനപ്പെട്ട 2 ഗ്രന്ഥങ്ങളാണ് തന്ത്രസംഗ്രഹം, അതുപോലെ ഗണിതപാദം എന്ന് പറയുന്നത്. ഇങ്ങനെ 2 കൃതികൾ അദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട്. ഈ തന്ത്രസംഗ്രഹം വാഹനശാസ്ത്രത്തെക്കുറിച്ച് പറയുന്നതാണ് കേട്ടോ. അതുപോലെ അദ്ദേഹം അതിൽ ത്രികോണമിതിയും ഗോളീയ ത്രികോണമിതിയൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ സൈന് കോസൊക്കെ ഇല്ലേ, അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം ഇതിൽ ഈ സൂത്രവാക്യങ്ങൾക്കൊക്കെ സമാനമായ ആശയങ്ങൾ അദ്ദേഹം തൻ്റെ ഈ കൃതികളിൽ പറയുന്നുണ്ട് എന്ന് പറയുന്നു. പിന്നീട് പറയുന്നത് ജ്യേഷ്ഠദേവനെ കുറിച്ചാണ്. ജ്യേഷ്ഠദേവൻ മലപ്പുറം ജില്ലയിലെ പൊന്നാനി താലൂക്കിലാണ് ജനിച്ചത് എന്നാണ് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന കൃതി എന്ന് പറയുന്നത് യുക്തിഭാഷ എന്ന ഗ്രന്ഥമാണ്. ഇതിൻ്റെ പ്രത്യേകത ആദ്യത്തെ ഗദ്യ ഗണിതശാസ്ത്ര ഗ്രന്ഥമാണ്. മറ്റേതൊക്കെ പദ്യരൂപത്തിലായിരുന്നു. ഗദ്യരൂപത്തിലുള്ള ആദ്യത്തെ ഗണിതശാസ്ത്ര ഗ്രന്ഥമാണ് യുക്തിഭാഷ. അത് രചിച്ചത് ജ്യേഷ്ഠദേവൻ കേട്ടോ. പിന്നെ ഇതിലെ ഈ ഒരു എന്താ പറയുക യുക്തിഭാഷയിൽ പറയുന്നുണ്ട്, ഒരു വൃത്തത്തിൻ്റെ പരിധിയും വ്യാസവും തമ്മിലുള്ള അംശബന്ധത്തെ സൂചിപ്പിക്കുന്ന പൈ ഉൾപ്പെടുന്ന 5 ശ്രേണികൾ ഇദ്ദേഹം ഇതിൽ പറയുന്നുണ്ട് അത്ര. പിന്നെ വരുന്നത് 5-ാമത്തേത് ബ്രഹ്മദത്തനാണ്. 1600 മുതൽ 1700 വരെയുള്ള അതിനിടയിലുള്ള ഏതൊരു കാലഘട്ടമാണ് ഇദ്ദേഹത്തിൻ്റേത് എന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ യുക്തിഭാഷ എന്ന് പറയുന്ന ഈ ഗ്രന്ഥം ഇദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാണെന്ന് വിശ്വസിക്കുന്നു. ചിലപ്പോൾ ഈ ജ്യേഷ്ഠദേവനും ബ്രഹ്മദത്തനും ഒരാളാവാം എന്നും പറയുന്നുണ്ട് കേട്ടോ. 2 പേരും ചിലപ്പോൾ ഒരാളായിരിക്കാം എന്നും പറയുന്നുണ്ട്. പിന്നത്തെ പറയുന്ന ആൾ ശങ്കരവാര്യരാണ്. ശങ്കരവാര്യരുടെ കാലഘട്ടം 1500-നും 1560-നും ഇടയിലാണ്. എവിടെയാണ് ജനിച്ചത് എന്നൊന്നും കറക്റ്റ് എവിടെയും എന്താ പറയുക പറയുന്നില്ല. അദ്ദേഹം 1550-ൽ രചിച്ച കരണസാരമാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതി. കരണസാരം കേട്ടോ, മറക്കരുത്. കരണസാരം നിങ്ങൾ എഴുതുമ്പോൾ തെറ്റിപ്പോവരുത്. അതായത് കേരളത്തിലെ ഏറ്റവും പ്രചാരമുള്ള എന്നാൽ കേരളീയമല്ലാത്ത മലയാളമല്ലാത്തൊരു ഗണിത കൃതിയാണ് ലീലാവതി എന്ന് പറയുന്നത്. ഈ ലീലാവതി എന്ന എന്താ പറയുക ഗ്രന്ഥത്തിന് അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ക്രിയക്രമകരികളാണ് ഈ ഒരു അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ഈ കരണസാരം എന്ന് പറയുന്ന പുസ്തകം കേട്ടോ. പിന്നെ പഞ്ചബോധം, അതുപോലെ തന്നെ തന്ത്രസംഗ്രഹത്തിൻ്റെ ഒരു വ്യാഖ്യാനമായ ലഘുവിവൃത്തി, ഇങ്ങനെയൊക്കെ
എന്താ ഉള്ള ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൻ്റെ ഉണ്ട്. അതായത് ലീലാവതിയുടെ വ്യാഖ്യാതാവ് എന്ന നിലയിലാണ് ശങ്കരവാര്യർ അറിയപ്പെടുന്നത്. കർണസാരമാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതി. ഇത്രയും ആലോചിച്ചാൽ മതി. പിന്നെ അടുത്തത് തൃക്കണ്ടിയൂർ അച്യുതപ്പിഷാരടി. അദ്ദേഹം മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്ത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജനനം എന്നാണ് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതി എന്ന് പറയുന്നത് ഗോളദീപിക എന്ന പ്രാമാണിക ഗണിത ഗ്രന്ഥമാണ് പ്രധാന കൃതി. പിന്നെ ഉപരാഗ പ്രിയാഗമം, കരണോത്തമം, ജാതകാഭരണം എന്നൊക്കെ പറയുന്ന വേറെയും കൃതികളുണ്ട്. പ്രവേശകം എന്ന് പറയുന്ന വ്യാകരണം പഠിക്കുന്നവർക്കൊരു സഹായിയായും ഒരു കൃതി കൂടി ഇദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട്. തൃക്കണ്ടിയൂർ അച്യുതപ്പിഷാരടി ഗോളദീപികയാണ് പ്രധാന കൃതി. മലപ്പുറം ജില്ലയിൽ തിരുവനന്തപുരത്താണ് ഇദ്ദേഹത്തിൻ്റെ ജനനം കേട്ടോ. ഇദ്ദേഹം പ്രസിദ്ധനായൊരു വ്യാകരണ പണ്ഡിതനായിരുന്ന ഗോവിന്ദ പിഷാരടി ഉൾപ്പെടെയുള്ള നിരവധി പണ്ഡിതന്മാർ ഇദ്ദേഹത്തിൻ്റെ കുടുംബക്കാരാണ്, കുടുംബത്തിലുണ്ടായിരുന്നവരാണെന്ന് വിശ്വസിക്കുന്നു. എട്ടാമത്തെ ആൾ പുതുമന സോമയാജി. 1660-നും 1740-നും ഇടയിലാണ് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടം. കരണപദ്ധതി എന്ന പ്രഖ്യാത ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ് പുതുമന സോമയാജി എന്ന് പറയുന്നത്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ വേറെ, അതായത് ഈ പയ്യുടെ വില കാണാനുള്ള അനന്തശ്രേണി കരണ പദ്ധതിയിലുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ ന്യായരത്നം, ജാതകദേശം, പഞ്ചബോധം എന്നൊക്കെ പറയുന്ന ഗ്രന്ഥങ്ങളും സോമയാജിയുടേതായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഒമ്പതാമത്തെ ആൾ സ്ലൈഡിൽ കൊടുത്തിട്ടില്ല. കടത്തനാട്ട് ശങ്കരവർമ്മ എന്ന് പറയുന്ന ഉണ്ട്, 8 കൊടുത്തിരിക്കുന്നത്, സോറി കേട്ടോ. 9ാമത്തെ ആളാണ് കടത്തനാട്ട് ശങ്കരവർമ്മ. അദ്ദേഹം കോഴിക്കോട് ജില്ലയിലെ വടകരക്കടുത്താണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം എന്നാണ് വിചാരിക്കുന്നത്. അദ്ദേഹം ഭാവനാസമ്പന്നനായ ഒരു കവിയും സമർത്ഥനായ ഒരു ജ്യോതിഷിയുമായിരുന്നു. പിന്നെ ഒരു ഗണിതശാസ്ത്രജ്ഞനും കേട്ടോ. പിന്നെ ഇദ്ദേഹത്തെക്കുറിച്ച് വേറെ പറയാനുള്ളത്, ഇദ്ദേഹം കവി, അതുപോലെ തന്നെ ജ്യോതിഷി, അതോടൊപ്പം തന്നെ ഗണിതശാസ്ത്ര പണ്ഡിതൻ എന്നതിനെല്ലാം അറിയപ്പെട്ടിരുന്ന പ്രശസ്തനായ ഒരാളാണ്. ഇദ്ദേഹം ഒറ്റ കൃതിയാണ് പ്രശസ്തമായി പറയുന്നത്. അത് സദ്രത്നമാല എന്ന്, രത്നമാലൻ്റെ മുന്നിൽ സദ്രത്നമാല എന്ന ഗ്രന്ഥമാണ്. അതായത് നല്ല രത്നങ്ങളുടെ മാല എന്നർത്ഥമുള്ള ഒരു കൃതിയാണ്, ഒരു ഗ്രന്ഥമാണ് ഇദ്ദേഹത്തിൻ്റേതായിട്ട് പറയപ്പെടുന്നത് കേട്ടോ. ഇതിലും അദ്ദേഹം ഈ പയ്യെക്കുറിച്ച്, അതുപോലെ കടബയാദിയെക്കുറിച്ച്, കടബയാദി സമ്പ്രദായം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, പരൽപ്പേര് എന്നൊക്കെ അറിയപ്പെടുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറയുന്ന ഒരു കൃതിയാണ്, ഒരു ഗ്രന്ഥമാണ് അത്. അപ്പോൾ ഈ ഒരു ലേഖനത്തിൽ നമ്മുടെ പള്ളിയറ ശ്രീധരൻ പറയുന്നത്, ഭാരതത്തിലെ ഏറ്റവും മികച്ച ഗണിതശാസ്ത്രജ്ഞന്മാരായി അറിയപ്പെട്ടിരുന്ന പലരും നമ്മുടെ നാടുകളിൽ ജീവിച്ചിരുന്നു എന്നതാണ്. അതുപോലെ തന്നെ ആര്യഭടൻ ഉൾപ്പെടെയുള്ള, ആര്യഭടീയം എന്ന കൃതി നിങ്ങൾക്കറിയാലോ. അപ്പോൾ അതൊക്കെ ആയിരിക്കാം ഈ ഒരു ഭാഗത്ത് ഒരു സ്കൂൾ രൂപപ്പെടാൻ കാരണമായത് എന്ന് അനുമാനിക്കപ്പെടുന്നു. ഏതായാലും കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് ആൻഡ് ആസ്ട്രോണമിയെ പറ്റി കൂടുതൽ പഠനം നടത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു ലേഖനം അവസാനിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ശ്രദ്ധിച്ച് കേൾക്കുക, അക്ഷരത്തെറ്റൊന്നും ഇല്ലാതെ എക്സാം എഴുതുക കേട്ടോ.